തലയ്ക്കടിയേറ്റ് ചോരയിൽ കിടന്ന് കുളിച്ച് പിടയ്ക്കുമ്പോഴും ആ കൊലയാളിയുടെ മുഖത്തേക്ക് ഇവരെല്ലാം നോക്കിയിട്ടുണ്ടാവും ഒരു ദയനീയതയോടെ. ആ ദയനീയതയോ ഒന്നും അവനൊരു വിഷയമായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അതാണ് ഇവൻ ഈ 6 പേരെ കൊല്ലുന്ന രീതിയിലേക്ക് അവൻ്റെ മാനസികാവസ്ഥ എത്തിയെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു അന്നേരത്തെ അവൻ്റെ ആ മുഖഭാവവും അവൻ്റെ ആ മനസ്സിലുള്ള ആ മനസ്സിൻ്റെ കട്ടിയും എത്രമാത്രം വലുതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സ്ഥലമയം വളരെ അതിക്രമിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഒരു 6 പേരെ നമ്മളൊരു ചിക്കനൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരു ചിക്കൻ സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ കോഴിയുടെയൊക്കെ ആണെങ്കിലും അതിൻ്റെ കഴുത്ത് വയ്യെ കട്ട് ചെയ്തിട്ട് ഒരു വീപ്പയ്ക്കകത്ത് കിടുമ്പോൾ അത് കിടന്ന് എന്തുമാത്രം പിടയ്ക്കും. അപ്പോൾ ഇത്രയും വലിയ 10-65-70 കിലോയുള്ള ആളുകൾക്കുടെ തലയിലേക്ക് ചിറ്റി കൊണ്ട് അടിച്ചു കഴിയുമ്പോൾ എന്തുമാത്രം രക്തം അതിൽ നിന്ന് ഒഴുകുമായിരിക്കും. അതിനുശേഷം അവർ കിടന്ന് എന്തുമാത്രം പിടച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ മരണത്തിന് കീഴടങ്ങിക്കുന്നത്. ഇതെല്ലാം ഇവൻ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ആ കണ്ടുകൊണ്ടിരുന്നിട്ടും അവൻ്റെ മനസ്സിൽ ലേശം ഒരു സിമ്പതിയുടെ അനുകമ്പയോ അവന് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. പകലന്തിയോളം പണിയെടുത്ത് വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറയുന്ന പോലെ പകലന്തിയോളം നടന്ന ആ 5 പേരെ കൊന്നിട്ട് വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറ്റസമ്മതം നടത്തുന്ന ഒരു പ്രതി. എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ? കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അതിദാരുണമായൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സാക്ഷരത കേരളം ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക്, ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് നമ്മുടെ യുവജനങ്ങൾ മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. നമ്മുടെ സമാധി തൊട്ട് ചെന്താമര, പിന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ പിടിയിൽ ഒരു അപ്പനെ മകൻ കൊല്ലുന്നു. അതിനുശേഷം 5 പേരെ അതിക്രൂരമായിട്ട് ചിറ്റിക ഉപയോഗിച്ച് ഒന്ന് കരയാൻ വരെ അവസരം നൽകാതെ, ഒന്ന് നിലവിളിക്കാൻ വരെ അവസരം കൊടുക്കാതെ അതിദാരുണമായി കൊന്നതിന് ശേഷം വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുമ്പോൾ മാത്രമാണ് പുറം ലോകം അറിയുന്നത് ഇങ്ങനെ 6 പേരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് ഈ വന്നിരിക്കുന്നതെന്ന്. എന്താണല്ലേ കേരളത്തിൻ്റെ ഒരു അവസ്ഥ? സൈക്കോ രീതിയിലേക്ക് കേരളം മാറി എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാട്ടോ. നമ്മുടെ സമൂഹവും പറയുന്നത് ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രബുദ്ധതയൊക്കെ ഈ രീതിയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന സ്ഥലത്ത് ഇനി എങ്ങനെ ജീവിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ അവസ്ഥ പോക്ക് നോക്കണേ.